അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, എരുമയൂർ മഹല്ലിൽ നരിമട സിദ്ദീഖ് സാഹിബിൻ്റെ മകൾ ഫസ്ലയും അതുപോലെ മണപ്പാടം മഹല്ല് മജീദ് സാഹിബിൻ്റെ മകൻ ജിഷാദും തമ്മിലുള്ള ദാമ്പത്യ കർമ്മത്തിന് പ്രോദ്ഘാടനം കുറിക്കുന്ന വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു അവർക്ക് അനുഗ്രഹീതമായ ദാമ്പത്യ ജീവിതം ആസ്വദിച്ച് അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹായ ഭാര്യയും ഭർത്താവും നവമിഥുനങ്ങളായി ജീവിക്കാൻ അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് ഈ സദസ്സിൽ ആശംസയായി അറിയിക്കുകയും, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു തമാശയല്ല, കളിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു തറവാടിന്റെ തുടക്കമാണ് ദാമ്പത്യ ജീവിതം എന്നത്. ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് സുഖങ്ങളും ദുഃഖങ്ങളും സമ്മിശ്രമായിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥവത്തായ ഒരു വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. പരസ്പരം ഭാര്യയും ഭർത്താവും എങ്ങനെയാവണം എന്നതിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനമാണ്. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ പരസ്പരം ഉടയാടകളാണ്. നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് രഹസ്യങ്ങൾ മറച്ചു വെക്കാനുള്ളതാണ്. ആ രഹസ്യം പരസ്യപ്പെടുത്താൻ പാടില്ല. നമ്മുടെ കുടുംബ കോടതിയില്, സാമൂഹ്യ പ്രവർത്തകർക്ക് മുമ്പില്, അതുപോലെയുള്ള ആളുകൾക്ക് മുമ്പില് ദാമ്പത്യ ജീവിതത്തിന്റെ കലഹങ്ങളും സംഘടനകളും പരാതികളും എഴുതിയ കത്തുകൾ വരുമ്പോൾ ഈ ഒരു വചനം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ രഹസ്യങ്ങള്, നിങ്ങളുടെ ചെറിയ ചെറിയ പോരായ്മകൾ അത് പരസ്യപ്പെടുത്തുന്നതിന് പകരം അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞു, ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ആദ്യ രാത്രിയിൽ തന്റെ പ്രിയതമയെ വിളിച്ച് തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഭാഗത്ത് നിന്ന് വല്ല അരുതായ്മകളും ഉണ്ടാകുന്ന സമയത്ത് എന്നെ സ്നേഹപൂർവ്വം ഉണർത്തുന്ന ഭാര്യയായി നീ മാറണം. ഞാൻ നല്ല കോപാകുലനായി മാറുമ്പോ, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ തണുപ്പിക്കുന്നവളാവണം നീ. എന്നെ സാന്ത്വനപ്പെടുത്തണം, എന്നോട് നല്ല രൂപത്തിൽ മയപ്പെടുത്തി എന്നെ സമാധാനിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാർക്കറിയാം എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന്. മറ്റൊരാളെ സമാധാനിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം നേടിയ ഉമ്മമാരും സഹോദരിമാരുമാണ് എന്റെ വേദിയിലുള്ളത്. അത്തരം നല്ല ഒരു ഉപദേശം നൽകി അബൂദർ പറഞ്ഞു, എന്റെ മനസ്സ്, എന്റെ ഹൃദയം വായിച്ചെടുക്കാൻ കഴിയുന്നവരാവണം. എന്റെ ഹൃദയത്തിന്റെ മിടുപ്പുകളും താല്പര്യങ്ങളും അറിയാൻ കഴിയുന്നവളാവണം. ഇത് വലിയ അടിസ്ഥാനപരമായി ദാമ്പത്യ ജീവിതത്തിന്റെ വിജയത്തിന് വലിയ ഒരു ഘടകമായി മാറണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന കുടുംബ കലഹങ്ങളിൽ ഏറ്റവും പ്രധാനമായത് പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാത്ത ദമ്പതികളിൽ നിന്നാണ് കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്നത്. എന്റെ മൊബൈൽ ഫോണ് എന്റെ വീട്ടിൽ മറന്നു വെച്ച് ഞാൻ പുറത്തേക്ക് പോകുമ്പോ എനിക്കൊരു പേടിയാണ്. എന്റെ ഭാര്യ ആ മൊബൈൽ ഒന്ന് തുറന്നു നോക്കിയാൽ എന്റെ രഹസ്യങ്ങൾ മുഴുവൻ അറിയും എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ആ ദാമ്പത്യം കലഹങ്ങളിലേക്കും അതുപോലെ തന്നെ നരകതുല്യമായ ജീവിതത്തിലേക്കും കടന്നു പോകുന്നതാണ്. എന്റെ മൊബൈൽ ഏത് സമയത്തും എപ്പോഴും എന്റെ മൊബൈൽ ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഫിംഗർ ലോക്ക് ഉണ്ടെങ്കിൽ എന്റെയും അത് എന്റെ ഭാര്യയുടെയും രണ്ടാളുടെയുമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും പരസ്പരം കൈമാറാനും കഴിയുമ്പോൾ മാത്രമാണ് ദാമ്പത്യ ജീവിതം സുതാര്യമാവുന്നത്, സുദൃഢമാകുന്നത്. അതുകൊണ്ട് ഈ ഒരു മംഗല്യവേദിയിൽ ജിഷാദിനോടും അതുപോലെ തന്നെ ഫസ്ലയോടും ദുആ ചെയ്തു പിരിയാൻ വേണ്ടി ഒരുപാട് സ്വാലിഹീങ്ങളും നാട്ടുകാരും പൗരപ്രമുഖരായ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ ഈ വേദിയിൽ വെച്ച് പ്രധാനപ്പെട്ടു എന്ന് പറയാം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു സുന്ദരമാവാൻ, വിജയിക്കാൻ, ലക്ഷ്യത്തിലെത്താൻ ഒരൊറ്റൊരു പ്രധാനമായ കാര്യമുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. കല്യാണം കഴിച്ചവരും കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരും ഈ ദാമ്പത്യ ജീവിതത്തിലെ പുതിയാപ്പിളയും പുതിയ പെണ്ണും എല്ലാവരും അറിയാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ ജയവും പരാജയവും തീരുമാനിക്കുന്ന പ്രധാനമായ ഘടകങ്ങളാണ് പ്രിയപ്പെട്ട മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ അനിഷ്ടകരമായ രൂപത്തിൽ വാക്കിലോ പ്രവൃത്തിയിലോ എനിക്കൊരു കൂട്ടാളി വന്നു, എനിക്ക് സുഖമാണ്, സന്തോഷമാണ്, രസിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെയും തന്റെ ജീവിത വളർച്ചയിൽ സജീവമായ സാന്നിധ്യം വഹിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ അവഗണിക്കുന്നവരാവാൻ മാറില്ല. ഫസ്ല ജിഷാദിന്റെ കൂട്ടുകാരനായി മാറുമ്പോ ജിഷാദിന്റെ ഉമ്മ സ്വന്തം ഉമ്മയായി കാണണം, ജിഷാദിന്റെ വാപ്പയെ സ്വന്തം വാപ്പയായി കാണണം. അതുപോലെ തന്നെ ജിഷാദ് ഫസ്ലയുടെ ഭർത്താവായി മാറുമ്പോൾ ഫസ്ലയുടെ വാപ്പയും ഫസ്ലയുടെ ഉമ്മയും സ്വന്തം പിതാവും മാതാവുമായി
ആ ഒരു കൺസെപ്റ്റോടുകൂടെ കാണുമ്പോൾ ഇതൊരു സുന്ദരമാണ്, ഇത് വളരെ സൗകുമാര്യത നിറഞ്ഞ ജീവിതമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ലൊരു ജീവിതമാക്കി കൊടുക്കുമാറാവട്ടെ. നല്ലൊരു തറവാടിന്റെ തുടക്കം കുറിക്കുമ്പോ, കുടുംബ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുമ്പോ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട എല്ലാ നിലയിലുമുള്ള അനുഗ്രഹീതമായ മാതൃകയായ ഒരു ദാമ്പത്യ ജീവിതമായി അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വആഫിയ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.